ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ദൈവവചനത്തിന് മുൻപാകെ ആയിരിപ്പാണ്ട് കൊണ്ടും സർവശക്തനായിരിക്കുന്ന ദൈവം ഇങ്ങനൊരു അവസരം തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ 3-ാമത്തെ എപ്പിസോഡാണ്. വിഷയം യേശുക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ എന്നുള്ളതാണല്ലോ. ഇതിൻ്റെ 3-ാം എപ്പിസോഡിൽ ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യം. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 14-15. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. അതിൻ്റെ 15-ാം വാക്യത്തിൽ യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ദൈവനാമത്തിലെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം ഏകദേശം 3 വർഷക്കാലം കൂടുതൽ ജീവിച്ച, അവനെ പിന്തുടർന്ന, അവൻ്റെ ഒരു ശിഷ്യനായി കർത്താവായ യേശു ക്രിസ്തുവിനെ പിന്തുടർന്ന, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം വളരെയേറെ നിരീക്ഷിച്ച അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാനാണ് പറയുന്നത്. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നതിൽ ദൈവം, അതിൻ്റെ 14-ാം വാക്യത്തിൽ പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ സാക്ഷ്യം പറയുന്നു. ആരാണ് കണ്ടത്? യോഹന്നാൻ, അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ. ഈ യോഹന്നാൻ ആരാണ്? ഏതാണ്ട് 3.5 വർഷത്തിൽ കൂടുതൽ കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം ആയിരുന്നവൻ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന ജീവിതത്തെ മനസ്സിലാക്കിയവൻ, തൻ്റെ അത്ഭുതങ്ങൾ അടയാളം കണ്ടവൻ, തൻ്റെ പവിത്ര ജീവിതത്തെ കണ്ടവൻ, തൻ്റെ പ്രാർത്ഥന ജീവിതത്തെ കണ്ടവൻ, തന്നോടൊപ്പമായിരുന്ന അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാനാണ് പറയുന്നത്, ഞാൻ പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ സാക്ഷ്യം പറയുന്നു. ലോകരക്ഷകനായിട്ട് അയച്ച ആണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. ആ ലോകരക്ഷകനായി വരുവാൻ തക്കോണം അനേകർക്ക് വേണ്ടി തൻ്റെ ജീവൻ മറുവിലയായി നൽകിക്കൊണ്ടാണ് താൻ ലോകരക്ഷിതാവായിട്ട് ആയിത്തീർന്നത് എന്നുള്ളതും നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളും സ്വയം ഏറ്റെടുത്തു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ കാൽവരി ക്രൂശിൽ നമുക്ക് നിത്യജീവൻ തരുവാൻ വേണ്ടി, നമ്മുടെ ലോകരക്ഷിതാവായി തീരുവാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ കാൽവരി ക്രൂശിൽ സമർപ്പിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ലോകരക്ഷിതാവായിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. വേറെ ആരും ലോകരക്ഷിതാവായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ ലോകരക്ഷിതാവായിരിക്കുന്ന നമ്മുടെ രക്ഷിതാവായി ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ലഭിക്കും. അതിനൊരു കാരണമുണ്ട്. കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത്. നമുക്ക് ബദലായിട്ട്, നമുക്ക് പകരമായിട്ട് ഒരു പ്രായശ്ചിത്ത യാഗം കഴിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, ആരെങ്കിലും ഈ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, രക്ഷിതാവായി സ്വീകരിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ മകനോ മകളോ ആയി തീരുക. ദൈവം ഈ വചനങ്ങൾക്ക് കൂടി ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.